ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഒരു DIY ഇയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇയറിങ്ങിന് നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന പ്രോസസ്സ് മുതൽ ഫൈനൽ പ്രൊഡക്റ്റ് വരെയുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൺഫ്ലവർ ആണ് എടുക്കുന്നത്. നമ്മൾ കോളിഫ്ലവറും ചിക്കനൊക്കെ പൊരിക്കുന്ന കോൺഫ്ലവർ, അതും 1/4 കപ്പ്. അപ്പം ഞാനൊരു 1/4 കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത്. കാരണം ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ചെയ്ത് നോക്കുക. അപ്പം സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം, ഇല്ലെങ്കിൽ അത് നല്ല ലോസ് ആയിരിക്കും. അപ്പം അതേ അളവിൽ തന്നെ നമ്മൾ വൈറ്റ് ഗ്ലൂ, നമ്മുടെ ഫെവിക്കോൾ, നോർമൽ ഫെവിക്കോൾ എടുക്കുക. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വിനീഗറും ഓയിലും ചേർക്കണം. രണ്ടും ഈക്വൽ എമൗണ്ട് തന്നെ. അപ്പോൾ 1/4 കപ്പിനാണെങ്കിൽ നമ്മൾ ഹാഫ് ടീസ്പൂൺ അളവിൽ വേണം നമ്മൾ ഓയിലും വിനീഗറും എടുക്കാൻ. പിന്നെ നമ്മൾ വൈറ്റ് പെയിൻറ്റും കൂടി ആഡ് ചെയ്യുക. നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ലിക്വിഡ് ഫോം ആവും. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഒരു 30 സെക്കൻഡ് സിമ്മിലിട്ടിട്ട് നമ്മൾ അതിലോട്ട് കാണിക്കുക, ഇങ്ങെടുക്കുക. ജസ്റ്റ് 30 സെക്കൻഡ് അതിലോട്ട് വയ്ക്കുക, ഇങ്ങെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റിക്കി പോലത്തെ ഒരു ഫോമിൽ കിട്ടും. പിന്നെ നമ്മൾ കുറച്ചുകൂടി കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ അതൊരു ഡോ ഫോം ആവും. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ടെക്സ്ചറാണ്. ഇപ്പം നമ്മൾ ഈ ചെയ്ത ക്ലേ നല്ല ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുക. അപ്പോൾ അതേസമയം ഇത് ഭയങ്കര ടൈറ്റായി പോവുകയാണെങ്കിൽ അതിലോട്ട് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലോണം റെഡി ആയതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പിലോ പ്ലാസ്റ്റിക് കവറിലോ ഇട്ടിട്ട് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 to 6 months വരെയൊക്കെ മാക്സിമം നിൽക്കും, അതിൽ കൂടുതലും നിൽക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇയറിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇയറിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു കോൺ ഷേപ്പിൽ, നല്ല ചബ്ബി ആയിട്ടിരിക്കുന്ന കോൺ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ടൂത്ത് പിക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ഇടുക, ചെറിയ ചെറിയ ഹോൾ. അപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടും, അതിൻ്റെ ആ ഒരു പാറ്റേൺ. പിന്നെ ഞാനിവിടെ ഈ ലീഫിന് വേണ്ടിയിട്ട് എടുത്ത ഫോണ്ടൻ്റൊക്കെ ചെയ്യുന്നൊരു കിറ്റാണ്. ഞാൻ മീഷോയിൽ റേറ്റ് കുറഞ്ഞപ്പോൾ മേടിച്ചതാണ്. അതിൽ തന്നെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്, ഹാർട്ടായാലും ഫ്ലവർ ആയാലും. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഹാർട്ടൊക്കെ ഞാൻ ബാക്കി വന്ന ഒരു ഡോ വെച്ച് ജസ്റ്റ് കളർ മിക്സ് ചെയ്തിട്ട് ഈ ഫോണ്ടൻ്റ് ചെയ്യുന്ന ടൂൾ വെച്ചിട്ട് തന്നെ മാറ്റിയെടുത്താണ്. ഇത് നമുക്ക് വല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം, പിന്നെ ഇയറിങ്ങിൻ്റെ സ്റ്റഡിൽ വെക്കാം, അങ്ങനത്തെ കുറേ യൂസസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലേ എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പാഴാക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. ഇനി ഐപ്പിൻ എടുത്തിട്ട് നമ്മളതിൽ ജസ്റ്റ് ഇയറിങ്ങിൻ്റെ ആ ഒരു ചെയിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഐപ്പിനെ നമ്മൾ അതിലോട്ട് കുത്തി വയ്ക്കുക. ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റായിട്ടിരിക്കണമെങ്കിൽ, മീൻസ് നമ്മളൊരു കൊമേഴ്ഷ്യലി കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ B6000 അല്ലെങ്കിൽ B7000 എന്ന് പറയുന്ന ഗ്ലൂ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ച് കാണിക്കാം. അപ്പോൾ അല്ലാതെ ഞാൻ പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്യുന്നത് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ പോളിമർ ക്ലേ, റെസിൻ, എയർ ഡ്രൈ ക്ലേ ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ആ ചിലവുകളൊക്കെ നമുക്കിതിൽ ചുരുക്കാൻ പറ്റും. ഇതും നമ്മൾ നോർമൽ എയർ ഡ്രൈ ക്ലേനെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് ടൈം എടുക്കും അന്ന് ഉണങ്ങി വരാനായിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 2-3 ദിവസം എടുക്കും. നല്ല തിക്നെസ് ഉള്ളതാണെങ്കിൽ ഇതൊക്കെ ഒരു 2-3 ദിവസം എടുക്കും. അല്ലാതെ നൈസ് ഒക്കെ ആണെങ്കിൽ, നൈസ് പോലത്തെ അല്ലെങ്കിൽ തിന്നായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 1 day തന്നെ ധാരാളമാണ്. പിന്നെ ഞാനിവിടെ റെസിന് യൂസ് ചെയ്യുന്നത് വുഡ് വാർണിഷാണ്. നമ്മുടെ സാധാ തടിയിലിടിക്കുന്ന ക്ലിയർ വുഡ് വാർണിഷ്. അതൊരു ടിൻ ഒക്കെ എനിക്ക് 90 രൂപയൊക്കെ കാണുള്ളൂ. അത് മേടിച്ചാൽ കുറേ കാണും, കുറേ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം റെസിനേക്കാളും ഇതാണ് ലാഭം. അത് മാത്രമല്ല നല്ല ക്ലിയർ ഫിനിഷ് കോട്ട് തരും. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആകും റെസിനേക്കാളും. അങ്ങനെ കുറേ യൂസസ് റെസിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാർണിഷിനോട് കിട്ടും. ഇത് ഡിപ്പ് ചെയ്തിട്ട് ഇനി നമ്മളിത് ഡ്രൈ ആക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിലൊക്കെ തൂക്കിയിടാം. വിൻഡോസിലൊക്കെ ഒരു ത്രെഡ് വെച്ചിട്ട്
തൂക്കിയിടാം. നമ്മളിത് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്.